പ്രിയമുള്ളവരെ, നിങ്ങളറിഞ്ഞോ നമ്മുടെ കരിമണൽ കടത്തിനെ സംബന്ധിച്ചുള്ള വിവരം? എന്തിനാണ് ഈ കരിമണൽ കടത്തിയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ ഇത്ര 1000 കോടി രൂപ വന്നു, ഇതിൽ മുക്കുവർക്ക് എന്താ കിട്ടി? ഈ അവരുടെ വസ്തുവൊക്കെ അവരെ കുടി ഒഴിപ്പിച്ചിട്ടാണ് ഈ കരിമണൽ കടത്തി. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ അതുങ്ങൾ തേണ്ടി നടന്ന ധീവര സമുദായവും ഒക്കെയാണ് സമൂഹത്തിൽ തെണ്ടി നടന്നത്. ഇവർ കുറേ പേര് സഖാക്കന്മാരുമാണ്. ഇപ്പം എന്താ കരിമണൽ കത്തയൊക്കെ എന്താണ് ചെയ്തതെന്നറിയാം? രാജ്യത്തല്ല, ലോകത്തിന് തന്നെ ഭീഷണിയായ ഒരു കാര്യമാണ് ചെയ്തത്. എന്തോന്നറിയാം? കരിമണലിൽ നിന്ന് പ്ലൂട്ടോണിയം ഇത് തോറിയാക്കിയ ശേഷം അതിനെ വിഘടിപ്പിച്ച് തോറിയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാകും. അതിനെ വിഘടിപ്പിച്ച് പ്ലൂട്ടോണിയമാക്കി. അത് എവിടെ കൊണ്ടുപോയി പ്ലൂട്ടോണിയമാക്കി എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യമായ റഷ്യയിൽ കൊണ്ടുപോയി അത് വിഘടിപ്പിച്ച് പ്ലൂട്ടോണിയമാക്കി അവിടെ വെച്ചിരുന്നു. അത് ഇറാനാണ് വിറ്റത്. ഇറാൻ അവിടെ കൊണ്ടുവന്ന് മിണ്ടാതെ അവിടെ കൊണ്ടുവന്നു ബോംബുണ്ടാക്കാനായി, ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ട് മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഇസ്രായേൽ അവർ അറിഞ്ഞു, ഇസ്രായേലും അമേരിക്കയും അറിഞ്ഞു. ഇത് ബോംബിട്ട് അവർ നശിപ്പിച്ചു. അതാണ് ഒരു വൻ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി. അണുവികരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടാക്കാം, അവിടെ ഉണ്ടാവും. അത് കാലാന്തരത്തിലേ അറിയുള്ളൂ. എന്തുകൊണ്ടാണ് അണുബോംബിനെ ലോകം പേടിക്കുന്നത് എന്നറിയാം? അതിൻ്റെ ലോകത്തിലെ ഉഗ്രവിഷമുള്ള പാമ്പാണ് ഏതാണ്? കിങ് കോബ്ര, അഥവാ എന്നാ അതിന് പറയുന്നത്? കിങ് കോബ്ര, രാജബംബാല. അതിൻ്റെ വിഷം എല്ലാവർക്കും അറിയാം. ഒരു 5 മിനിറ്റ് മതി ആൾ കാടിക്കാതെ. അതുപോലെയാണ് അണുബോംബ്. അണുബോംബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് ആറ്റം ബോംബ്. ഈ അണുബോംബ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഊർജം പെട്ടെന്ന് പ്രവഹിക്കുക. ആ ഊർജത്തിൻ്റെ തീയും അതിൻ്റെ എനർജിയും ഇതെല്ലാം കൂടെ കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അപ്പം തന്നെ ആ വീഴുന്നിടത്ത് തന്നെ വെച്ചു സ്ഥലം തന്നെ ഇല്ലാതാകും. പിന്നെ ഭൂമി തന്നെ കാണില്ല. അത് പേടിച്ചാണ് അന്നത്തെ റൂസ്വെൽറ്റ് അല്ല, വുഡ്രോ വിൽസണും ചില ആൾക്കാരും കൂടെ ചേർന്ന്, അന്ന് നമ്മുടെ നെഹ്റുവും മറ്റെല്ലാ ആൾക്കാരും കൂടെ ചേർന്ന്, നെഹ്റു ഒക്കെ ചേരാൻ നയത്തിൽ നിന്നുകൊണ്ട് ആയിരുന്നു മറ്റെല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഇനിയൊരു യുദ്ധം, ചൈനയും റഷ്യ എല്ലാം കൂടെ ചേർന്ന് ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്. അതിൻ്റെ പ്രഹരശേഷി നാഗസാക്കിയിൽ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്ന ബോംബ് അമേരിക്ക വർഷിച്ച് പരീക്ഷണം നടത്തിയപ്പോഴാണ് അതിൻ്റെ പ്രഹരശേഷി ശരിക്കും മനസ്സിലാവും. അത് ഇനിയൊരു യുദ്ധം ഇനിയും ലോകത്തുണ്ടാകരുത് എന്ന് കരുതിയാണ്. ഇത് ഇറാൻ്റെ കയ്യിൽ ചെന്ന ഒരു ബോംബ് അവർ അത് സെറ്റ് ചെയ്യാൻ ഇച്ചിരി താമസം എടുത്തു. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവിടെ ബോംബ് വർഷിച്ചത്. ഏറ്റവും ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്ന അടി തകർത്ത് എത്ര കിലോമീറ്റർ അകലമുണ്ടെങ്കിലും അത് തകർക്കുന്ന ഏറ്റവും നൂതനമായ ബോംബാണ്. അധികം വലിയ വലിപ്പമോ ഒന്നുമില്ല, 1 കിലോയേ കാണുള്ളൂ. പക്ഷേ അടി വരെ തകർക്കുന്ന അത്ര ശേഷിയുള്ള ബോംബൊക്കെയാണ്. അന്നേരത്തേക്ക് ഇത് ഉപയോഗിക്കുകയല്ലെന്ന് പറയാനൊക്കെ. ആറ്റം ബോംബ് അവരുണ്ടാക്കിയാൽ തീർച്ചയായും മിസൈൽ കടപ്പിഴക്കും. പിന്നെ ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്ന് വീഴുന്നതെന്നൊന്നും പറയാനൊക്കില്ല. 1 or 2 വീണാൽ മതി, ഭൂമി മൊത്തം തകരും. അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് കരിമണൽ കർത്ത വഴി പോയത്. ഇതൊക്കെ ചെന്ന് നമ്മുടെ PC ജോർജിൻ്റെ മകനെയൊക്കെ ആകുവെക്കണം, PC ജോർജിനെയും വെക്കണം. കാരണം ഇതൊക്കെ ലോകത്ത് വന്ന് പെട്ടുപോയെങ്കിൽ ലോകം അവസാനിക്കില്ല. ഇത്രയും പൈസയ്ക്ക് വേണ്ടി
ലോകത്തെ വിൽക്കുന്ന, ജനങ്ങളെ വിൽക്കുന്ന ഒരു ആളാണെന്ന് നമ്മൾ അന്നേരം മനസ്സിലാക്കട്ടെ. ലോകത്തിൽ UN വേണമെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ അയാളെ വിളിച്ച് കേസെടുക്കേണ്ടതാണ്. അന്താരാഷ്ട്ര പ്രശ്നമാണ് ഇത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന അവരെ കേസെടുത്തെങ്കിൽ അത് ഭയങ്കര നൂതനമായ കുറ്റമാണ്. കാരണം ഇതിന് കൊടുത്ത ഇന്ത്യയും പെടും. ഇന്ത്യയിലെ ഗവൺമെൻറ് അന്ന് ഒപ്പിട്ടതാണ്. ഇവരെല്ലാവരും പെടും. അവിടുത്തെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രതിപക്ഷവും എല്ലാം പെടും. അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് ഒന്നാമത് വിദ്യാഭ്യാസം ചെയ്യുക, അന്താരാഷ്ട്ര നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിലെ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, കേരളത്തിലെ നിയമം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള ജനപ്രതിനിധികൾ കയറിയിരിക്കുക. അല്ലാതെ അന്തവും കുന്തവും അറിയാത്തവർ അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നിട്ട് കാര്യമില്ല. 10ാം ക്ലാസ് ഒരിക്കലും ഈ നിയമസഭയിൽ വരാതിരിക്കുക, പരമാവധി ഒഴിവാക്കുക. അതിനൊരു ഗ്രാജുവേഷൻ ഇതാക്കി വെക്കുക. ബാക്കിയുള്ളതെല്ലാം PG തലത്തിലുള്ളവരെ ആയിരിക്കണം പാർലമെൻറ്റിലും ഒക്കെ സംസാരിക്കാൻ വിടുക. ബാക്കിയുള്ളത് SLCയും പ്രീ ഡിഗ്രിയും ഒക്കെ പഞ്ചായത്തും അങ്ങനെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ആയിട്ട് മാറുക. ഇതാണ് വേണ്ടത്. അല്ല ചുമ്മാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അതിൽ കൈയടി വാങ്ങിയിട്ടൊന്നും ഇപ്പം BD സതീശൻ അദ്ദേഹം നല്ലതായിട്ട് പറഞ്ഞു ചിന്തിച്ചു മനസ്സിലാക്കി. ഈ ശാരീരിക യോഗ്യതയൊന്നും അല്ല, അല്ലെങ്കിൽ ഈ തൻ്റെ ഇടവും അടിപിടിയൊന്നും അല്ല ഒരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് നല്ലതായിട്ട് ഇടപെടുവാനും. അവർ ജനാധിപത്യ രാഷ്ട്രമാണ്. ആസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇത് ഗ്രേറ്റ് ടോക്ക് the honorable president in America, Abraham Lincoln, to address in New York as a people the defined a democracy. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ജനാധിപത്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, അവരുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ആണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചേച്ച് പോവുകയല്ല. അദ്ദേഹം നല്ലൊരു ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം ജീവൻ പോലും വെടിയേണ്ടി വന്നു. അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി ഈസ് അമേരിക്ക. ഡെമോക്രസിയുടെ ഇന്ത്യയല്ല വാച്ച് ചെയ്യുന്നത്, ഡെമോക്രസിയെ വാച്ച് ചെയ്യുന്നത് ഒരു കാവൽപ്പട്ടിയെ പോലെ വാച്ച് ചെയ്യുന്ന അമേരിക്കയാണ്. അവിടെ മുതലാളിത്തമെന്നോ എന്ത് വേണേലും മെൻഷൻ ചെയ്തു. അവർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാണ് ജനാധിപത്യം. അവർക്ക് നൂതനമായ ഇതുപോലെ നിങ്ങൾക്ക് കാശൊക്കെ വാങ്ങിച്ച് ജീവിക്കാം. പക്ഷേ ലോകത്തിന് അപകടകരമായ കാര്യങ്ങൾ വന്നാൽ ചിലപ്പം ആറ്റം ബോംബൊക്കെ ഇവിടെയും വീഴും കേട്ടോ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. ഇത് നമ്മക്കൂടെ അപകടമായി പോയാലും, കാരണം അവർ പ്രയോഗിക്കും, പിന്നീട് ഇന്ത്യക്കും അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയും പ്രയോഗിക്കും, പിന്നീട് ഇന്ത്യയും ഭസ്മമാവും. ഇത് കണ്ട് പാകിസ്ഥാൻ വെറുതെ ഇരിക്കലും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും. അതുകൊണ്ട് ഇതുവരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എല്ലാവരോടും എല്ലാ ജനപ്രതിനിധികളോടും അപേക്ഷിക്കുന്നു. ജനങ്ങളായി ഞങ്ങൾ അപേക്ഷിക്കുക.